ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 11 തീയതി. ഇന്ന് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളാണ്. നമുക്കറിയാമല്ലോ, എല്ലാ ഇടവകകളിലും അവരവരുടേതായിട്ടുള്ള ഓരോ തിരുനാളുകളുണ്ടായിരിക്കും. പലപ്പോഴും ചെറുപ്പക്കാർ എന്നോട് ചോദിക്കും, എന്തിനാ ചേച്ചി ഈ തിരുനാളുകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ? വെറുതെ ഊട്ടുപെരുന്നാൾ എന്ന് പറഞ്ഞ് കുറേ പൈസ പിരിച്ചെടുക്കും, എന്നിട്ട് അത് ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് അതിനുള്ള ഒരു ഔസേപ്പിതാവിൻ്റെ ഒരു ചെറിയ ഇടപെടൽ അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഔസേപ്പിതാവ് എൻ്റെ ജീവിതത്തിൽ വലുതായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇടവകയിലെ കൊടിമരത്തിന്മേൽ ഔസേപ്പിതാവിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഊട്ടുതിരുനാളിന് മുമ്പ് 9 ദിവസം മുമ്പ് കൊടി കയറും. ഈ കൊടി കയറുന്നത് എന്തിനാണെന്നൊന്നും എനിക്ക് പണ്ടറിയില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു സ്വർഗീയ ഇടപെടലുണ്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ അസുഖം സംബന്ധിച്ച് തലയുടെ പ്രശ്നങ്ങളൊക്കെ പ്രമാണിച്ച് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണല്ലോ. ഞാനങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു ശനിയാഴ്ച ദിവസം അപ്പോൾ ഔസേപ്പിതാവിൻ്റെ കൊടികയറ്റം തലേ ദിവസം കഴിഞ്ഞിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. ശനിയാഴ്ച ആദ്യത്തെ കുർബാന കഴിഞ്ഞപ്പോൾ കൊടിമരം നോക്കിയപ്പോൾ അവിടെ ഔസേപ്പിതാവിൻ്റെ ആ കൊടി കിടന്ന് കാറ്റിലാടുന്നു. ഞാൻ ഔസേപ്പിതാവിനോട് പറഞ്ഞു, ആഹാ, നീയിപ്പോൾ ഇത്ര ഉയരത്തിൽ കയറിയിരിക്കുകയാണോ, ഞങ്ങളുടെ അടുത്തൊന്നും നിൽക്കാതെ എന്ന് തമാശ പറഞ്ഞ് ഞാൻ ഔസേപ്പിതാവിൻ്റെ കപ്പേളയുടെ മുമ്പിൽ തിരി കത്തിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, ഔസേപ്പിതാവ് പെട്ടെന്ന് എനിക്ക് ഒരു ചിന്ത നൽകുകയുണ്ടായി. എൻ്റെ മോളെ, ഈ കൊടികയറ്റം എന്തിനാണെന്ന് നിനക്കറിയുമോ? ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അത് പെരുന്നാളായി എന്ന് അറിയിക്കാൻ, ഇടവകയിലെ എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു കാര്യമല്ലേ ഈ കൊടി കയറുന്നത്. പണ്ടൊക്കെ അമ്മമാർ പറയും, കൊടി കയറി കേട്ടോ, കൊടി കയറി എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ അർത്ഥമുണ്ടെന്ന് ഔസേപ്പിതാവ് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ ഈ കൊടി നോക്കി ഔസേപ്പിതാവിൻ്റെ ചിത്രവും നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു. ഞാനിതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയത്. ട്രീറ്റ്മെൻറ്റിന് പോയ വൈദ്യനും ഔസേപ്പിതാവിൻ്റെ ഒരു ഭക്തനാണ്. ചുരുക്കി പറഞ്ഞാൽ ഔസേപ്പിതാവിൻ്റെ ഗൈഡൻസിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇന്ന് ഔസേപ്പിതാവിൻ്റെ കൊടി കയറിയിരിക്കുക. അപ്പോൾ ഇന്ന് മുതൽ ഔസേപ്പിതാവിൻ്റെ ഒരു വലിയ സംരക്ഷണം ഈ ഇടവകയ്ക്ക് ചുറ്റുമുണ്ട്. ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് വീട്ടിലിരുന്നപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് പറഞ്ഞു, മോളെ, ഈ 9 ദിവസം ഞാൻ നിങ്ങളുടെ ഇടവക അതിർത്തിയിൽ മുഴുവൻ, എവിടെയെല്ലാം ഈ ഇടവകയുടെ അതിർത്തിയുണ്ടോ അവിടെയെല്ലാം കുടുംബങ്ങളിലെല്ലാം, ഇടവക മുഴുവനുമുള്ള കുടുംബങ്ങളിൽ എൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ഈ ദിവസങ്ങളിലുണ്ടായിരിക്കും. നമ്മൾ സാധാരണ പറയും, നവനാൾ ദിനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഊട്ടുതിരുനാളിൻ്റെ, അല്ലെങ്കിൽ പള്ളി പെരുന്നാളിൻ്റെ 9 ദിവസത്തെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്ര വലിയൊരു സംരക്ഷണം ഏത് വിശുദ്ധൻ്റെയാണോ തിരുനാൾ, ആ വിശുദ്ധൻ്റെ തിരുനാളിന് കൊടി കയറി കഴിയുമ്പോൾ ആ വിശുദ്ധന് ഒരു പ്രത്യേക സംരക്ഷണം ആ ദിവസങ്ങളിൽ ആ ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്കുണ്ടാകും എന്നതാണ് അതിൻ്റെ വലിയ സത്യം. നമ്മുടെ ഇടവകയിലെ പെരുന്നാളുകൾ ആഘോഷങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ കരുതും, ഇതൊക്കെ വേണ്ടാത്തതല്ലേ. പ്രിയ കൂട്ടുകാരെ, അധിക ആർഭാടം ഒരിക്കലും സ്വർഗവാസികൾ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ ചെറിയ തോതിൽ
ദൈവം ആഗ്രഹിക്കുന്ന തോതിൽ പെരുന്നാളുകൾ നടത്തുന്നത് അത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, ജെറൂസലേമിൽ തിരുനാളിന് ഉണ്ണീശോയും മാതാവ് ഔസേപ്പിതാവും പോകുന്നത്. അതുപോലെ തന്നെ നേർച്ചകൾ നേരുന്നതും അവിടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21-ാമത്തെ വചനം മുതൽ നമുക്ക് കാണാം, യേശുവിൻ്റെ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും കാഴ്ച സമർപ്പണം നേർച്ച നടത്തുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 2-ലും 8-ലും ഒക്കെ നമുക്ക് കാണാം. വലുതായതിനു ശേഷവും ഈശോ തിരുനാളിന് പോകുന്ന കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ തിരുനാളുകളും നേർച്ചയൂട്ടും എല്ലാം പണ്ടേ മുതലുള്ളതാണ്. അത് ഒരു ബിസിനസ്സായോ അധിക ആർഭാടമായിട്ടോ മാറാതിരുന്നാൽ മതി. നമ്മുടെ കേരള സഭയുടെ പള്ളികളിൽ നടക്കുന്ന സ്നേഹവിരുന്നാണ് സഹോദരങ്ങളെ ഊട്ടുനേർച്ച. ക്രിസ്തുവും ശിഷ്യന്മാരും ചേർന്ന് നടത്തിയ അന്തിമ അത്താഴത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഇത്. 4-ാം നൂറ്റാണ്ട് മുതലാണ് ഈ അഗാപ്പയുടെ ഒരു രൂപത്തിലുള്ള ഈ ഊട്ട് തിരുനാളുകളൊക്കെ തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത ഇത് സ്നേഹ ഭോജനമാണ്. തിരുനാളുകളോടനുബന്ധിച്ച് ജൂബിലിയോടനുബന്ധിച്ചൊക്കെ ഇത് നടത്തും. ഈ ഊട്ട് തിരുനാൾ നമ്മളിൽ സ്നേഹവും ഐക്യവും ഊട്ടി വളർത്തുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാൾ പ്രശസ്തമാണ്. ഞങ്ങളുടെ അരുവിമംഗലം പള്ളിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. വേലുപ്പാടം ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാൾ, കണ്ണമ്മാലി ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ്. ഞങ്ങളുടെ ഇടവകയിലും ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ഊട്ടുതിരുനാളിനെ കുറിച്ച് ഒരു സഹോദരിക്കുണ്ടായ സ്വപ്ന ദർശനം ഇവിടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളും ഭക്തിയും വളർത്തിയത് എൻ്റെ അമ്മയാണ്. വീട്ടിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ദേഷ്യത്തിലാണ് അമ്മ വിളിക്കുക. അമ്മ പറയും, എൻ്റെ ഔസേപ്പിതാവേ, അല്ലാണ്ട് എൻ്റെ മാതാവേ എന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും കേട്ടിട്ടുണ്ട്, മാതാവേ എന്ന് വിളിക്കാറുണ്ടെങ്കിലും കൂടുതലായിട്ട് അമ്മയുടെ കംപ്ലൈൻറ്റ് മുഴുവൻ എൻ്റെ ഔസേപ്പിതാവേ എന്നാണ്. അതുപോലെ അമ്മ തന്നെയാണ് ഞങ്ങളെ വേലൂപ്പാടം പള്ളിയിലേക്ക് കൊണ്ടുപോകാറ്. ബസ് ചാർജിന് പോലും വകയില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി ഒരുക്കി ഞങ്ങൾ ഔസേപ്പിതാവിൻ്റെ അടുത്ത് ഊട്ടുതിരുനാളിനായിട്ട് അമ്മ കൊണ്ടുപോകും. ഞാനിന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കും വേണ്ടിയാണ് ഇത് നിങ്ങളോട് പറഞ്ഞത്. കാരണം എൻ്റെ അമ്മ മരിച്ച ദിവസമാണ് മെയ് 11-ാം തീയതി. അത് യാദൃശ്ചികമായിട്ടിപ്പോൾ അത് ഞായറാഴ്ചയായി എന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇടവക ദേവാലയം. അപ്പനും അമ്മയും ഇവിടെ തന്നെയുണ്ട്. കടന്നു വരുമ്പോൾ തന്നെ അപ്പൻ്റെ കപ്പേള നമുക്ക് കാണാം. ഇവിടെ കടന്നു പോകുന്ന യാത്രക്കാരും ജാതി മത ഭേദമന്യേ മെഴുകുതിരി കത്തിച്ച് ഔസേപ്പിതാവിന് നേർച്ചയിട്ടിട്ടാണ് വണ്ടികളൊക്കെ പോവുക. വണ്ടികൾ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ടൗണിൻ്റെ പോലെ ട്രാഫിക്കൊന്നുമില്ല കേട്ടോ. 2-3 ബസ്സാണ് ഈ റൂട്ടിൽ ഓടുന്നത്. അമ്മയുണ്ട് പിന്നിൽ, അപ്പൻ്റെ പിന്നിൽ തന്നെ അമ്മയുണ്ട്. ആ ഗ്രോട്ടോയിലാണ് അമ്മ രക്തം ഒഴുകി മകൻ്റെ കുരിശിൽ കിടക്കുന്ന മകൻ്റെ തൃക്കരങ്ങളിൽ നിന്നും തിരുവിലാവിനൊഴുകുന്ന രക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശിരസിൽ കൂടെ ഒഴുകി അമ്മ എന്തോ അടയാളം, എന്തോ കാര്യം പറയാനായിട്ട് അരുവിമംഗലത്ത് നിൽക്കുന്നുണ്ട്. ആദ്യം കാണുന്നത് ഈ കപ്പേളയാണ്. ഈ കപ്പേള എനിക്കെന്തുമാത്രം ആശ്വാസമാണ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ, അവസാനമായിട്ട് യാത്ര പിരിഞ്ഞു പോകുമ്പോൾ അമ്മയെയും അപ്പനെയും കണ്ട് ഞാൻ ഔസേപ്പിതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരിക്കൽ കൂടി ഈ കപ്പേളയിലേക്ക് ഞാൻ വരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥിച്ചു പോയതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത്രയും വലിയ അസുഖം വന്നിട്ടും ഞാൻ വേറെ ഒരു സ്ഥലത്തേക്കും നിയോഗങ്ങളുമായിട്ട് ഓടിയിട്ടില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും നിങ്ങൾ
എൻ്റെ രോഗം മാറണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട. കാരണം എൻ്റെ ഇടവക പള്ളിയിൽ എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അവർ തന്നെയാണ് എവിടെയും യേശുവിൻ്റെ പക്കലേക്ക് മക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ അമ്മ ഇവിടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പിന്നെ വേറെ എവിടെയെങ്കിലും ഓടി നടക്കുന്നത്? സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവം ലോകത്തിലിരിക്കുന്ന മനുഷ്യർക്ക് പിതാവിൻ്റെ ഒരു പ്രതിരൂപം കണക്കെ തന്നതാണ് ഔസേപ്പിതാവിന്. ഒരിക്കൽ ഒരു വ്യക്തിക്ക് ഈശോ പഠിപ്പിച്ചു കൊടുത്തതാണ് ഔസേപ്പിതാവിനെ കുറിച്ചുള്ളൊരു കാര്യം. ഔസേപ്പിതാവിനെ അബ എന്നാണ് ഈശോ വിളിച്ചിരുന്നത് എന്ന്. കുടുംബത്തെ നയിക്കാൻ സ്വർഗപിതാവ് തന്ന ആഭയാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവിൻ്റെ കുറേ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. 10 വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ കൊടുക്കാൻ തിയോളജിയും കുർബാനയെക്കുറിച്ചൊക്കെ പഠനം കഴിഞ്ഞപ്പോൾ അതൊക്കെ ലോകത്തോട് പറയാൻ വെമ്പലായിരുന്നു അന്ന്. അങ്ങനെ ഭോപ്പാലുള്ളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നവചേതനയിലാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത് പണ്ട്. 10 ക്ലാസ്സുകൾ ഒരുങ്ങി ഞാൻ ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് വന്നു. ഞാൻ പോവുകയാണ് നോർത്ത് ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടവക പള്ളിയിൽ, ഇന്ന് കാണുന്ന പള്ളിയല്ല കേട്ടോ അന്ന്, എൻ്റെ ഇടവക പള്ളിയിൽ അൽത്താരയിൽ ഞാൻ ഈശോയെ കണ്ടു. ഈശോ എന്നോട് പറഞ്ഞു, നെഞ്ചിൽ കൈവച്ചിട്ടാണ് പറഞ്ഞത്, എൻ്റെ ജോസഫിനെ കുറിച്ച് നീ ഒന്നും പറയുന്നില്ലേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാനന്ന് ശരിക്കും ഞെട്ടി വിറച്ചു പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ദൈവമേ, ഞാൻ ഔസേപ്പിതാവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ ഔസേപ്പിതാവിന്. കാരണം ഈ ഈശോയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് കൂടെ കൊണ്ടു നടന്ന് ഈശോയെ നല്ല മകനാക്കി വളർത്തുന്നത്. പണിശാലയിൽ എപ്പോഴും ഈശോയ്ക്ക് ഓരോ സൂത്രപ്പണികളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ഈ ഔസേപ്പിതാവാണല്ലോ. ഔസേപ്പിതാവ് ഈശോയുടെ ചങ്കാണ്. എനിക്ക് അന്ന് മുതൽ ഔസേപ്പിതാവിനോട് കൂടുതൽ ഭയഭക്തി ബഹുമാനങ്ങൾ കടന്നു വരികയാണ്. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഔസേപ്പിതാവിനെക്കുറിച്ചുള്ള ജീവചരിത്രം 150 എപ്പിസോഡുകളായി നിങ്ങൾക്ക് വായിച്ചു തന്നത്. ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ നിന്ന് മദർ മരിയ സിസിലിയ ബെയ്ജിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളൊക്കെ ആ പുസ്തകം കേട്ടവരും വായിച്ചവരും എല്ലാം ഔസേപ്പിതാവിനോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പ്രിയ കൂട്ടുകാരെ, എന്ത് കാര്യവും എവിടെയും പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടില്ല എങ്കിൽ ഔസേപ്പിൻ്റെ പക്കൽ പോയാൽ മതി. അത് നടക്കുക തന്നെ ചെയ്യും, ദൈവഹിതമാണെങ്കിൽ മാത്രം. അല്ലാതെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നല്ല ഇതിൻ്റെ അർത്ഥം. പാപമാകുന്നതൊക്കെ ചോദിച്ചിട്ട് ഔസേപ്പിതാവിൻ്റെ പക്കൽ പോയാൽ നടക്കുകയൊന്നുമില്ല. അതുപോലെ ദൈവിക പദ്ധതിയിലില്ലെങ്കിലും നടക്കില്ല. ദൈവിക പദ്ധതിയിലുള്ളൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് നമ്മൾ ഉരുകി പ്രാർത്ഥിച്ചാൽ ഔസേപ്പിതാവ് നടത്തിത്തരും. ഈ മെഴുകുതിരി കത്തിക്കുന്നത് എന്തിനാണെന്നല്ലേ? ഓരോ മെഴുകുതിരി കത്തിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇതുപോലെ പ്രകാശം പരത്തുന്നൊരു ജീവിതം തരണമേ. ഈ മെഴുകുതിരി കത്തി ഉരുകുന്നത് പോലെ എന്നിലുള്ള പാപാവസ്ഥകൾ കത്തി ഉരുകി ഇല്ലാതാകണമേ. നിങ്ങൾ ആർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചോളൂ, വലിയ മാനസാന്തരങ്ങളുണ്ടാകും. ഈ തിരുനാളിൻ്റെ ദിവസത്തിന് മുൻപുണ്ടായ 1-2 അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, എൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ. എത്രയോ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന ഒരു അസുഖം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നടക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ സുഖം കിട്ടിയെന്നല്ല പറയുന്നത്, എങ്കിലും കുർബാനയ്ക്ക് പോകാനുള്ള സുഖം വിശുദ്ധ ഔസേപ്പിതാവ് ഈ കൊടിമരത്തിന്മേൽ കയറിയ അന്ന് എനിക്ക് നൽകുകയുണ്ടായി. രണ്ടാമതൊരു അനുഭവം, ഒരു വലിയ പാപിയായ വ്യക്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ഈ തിരി കത്തിക്കുമ്പോൾ ഔസേപ്പിതാവിനോട് പറഞ്ഞിരുന്നു, ഔസേപ്പിതാവേ, ഈഗോയാണ് എല്ലാവർക്കും, താഴാൻ മനസ്സില്ല, പാപികളാണ് കേട്ടോ.
ആ വ്യക്തിക്ക് വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നുണ്ട്. ഊട്ടുതിരുന്നാൾ ആകുമ്പോഴേക്കും എനിക്കൊരു അടയാളം വേണം. കാരണം ഞാൻ ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ എപ്പോഴും മാനസാന്തരവും പരിഹാരവുമാണല്ലോ ഈശോ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഔസേപ്പിതാവേ, നീ ഇവിടെ ഉണ്ടെന്ന്, നീ എൻ്റെ ഒപ്പം ഞങ്ങളുടെ ഇടവകയിൽ ഓടി നടക്കുന്നുണ്ടെന്ന് എനിക്കൊരു അടയാളം വേണം. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ആ പാപി ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അടയാളം കാണിച്ചു എന്ന് എനിക്കറിവ് കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി, വലിയ സന്തോഷം. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇനി ഊട്ടുതിരുന്നാളാണല്ലോ ഇന്ന്. ഈ ഊട്ടുതിരുന്നാൾ എന്തിനാ? എനിക്ക് വലിയ ഇഷ്ടമാണ് ഊട്ടുതിരുന്നാൾ. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് കൂടി വന്ന 2 ടീസ്പൂൺ ചോറ്, അതാണ് ഇപ്പോൾ കഴിക്കാൻ പറ്റുക ഒരു പ്രാവശ്യം. അതുപോലെ ഊട്ടുതിരുന്നാൾ ഉണ്ടാക്കുന്ന ഒരു കറികളും എനിക്ക് കഴിക്കാനും പറ്റില്ല. കാരണം ഈ ചേച്ചിക്ക് ആമാശയമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് പ്രത്യേക കുറച്ച് നിബന്ധനകളൊക്കെയുണ്ട് ഭക്ഷണം കഴിക്കാൻ. പക്ഷേ എന്നാലും എനിക്ക് ഊട്ടുതിരുന്നാൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ ഔസേപ്പിതാവിൻ്റെ ഒരു ചൈതന്യവും ഒരിടപെടലും, ഔസേപ്പിതാവ് അവിടെ ഓടി നടക്കുന്നുണ്ട് ഈ ഊട്ടുതിരുന്നാളിന് എന്ന് എനിക്ക് മനസ്സിൽ എപ്പോഴും വരും. കാരണം കണ്ണമാലിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്വാരസച്ചൻ ഇടവക്കാർ മരിക്കാനായിട്ട് കാത്തു നിന്നിട്ടാണ് ആ ചോറുണ്ണുന്നത്. അങ്ങനെയാണല്ലോ അവിടെ നിന്ന് രക്ഷ കിട്ടി ആ ഊട്ടുതിരുന്നാൾ ഇത്ര പ്രസിദ്ധമാകുന്നത്. അപ്പോൾ ഊട്ടുതിരുന്നാളിനെ കുറിച്ച് ഒരു സഹോദരിക്കുണ്ടായ ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇവർ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഔസേപ്പിതാവിനെയോ പുണ്യാന്മാരെ കുറിച്ചും ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഒരു സ്വപ്നം കാണുന്നത്. ഒരു വെള്ളത്തിൽ ഒരാൾ വരുന്നു. കുറേ ആളുകൾ പറയുകയാണ്, ഈ ആൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു സ്വപ്നം ഇവർക്കുണ്ടാകുകയാണ്. പിന്നീട് കുറേ ധാന്യങ്ങളുടെ പാക്കറ്റുമായിട്ട് വീട്ടിലേക്ക് വന്നു അത്രേ, സമ്മാനമായിട്ട്. ഇവർക്കിതൊന്നും മനസ്സിലായില്ല. ഇവരുടെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനൊരു സ്വപ്നം? അപ്പോൾ ഇവർ ഡേറ്റ് നോക്കിയപ്പോൾ മാർച്ച് 19. ഈ സ്വപ്നത്തിൽ ഒരാൾ പറഞ്ഞിരുന്നു സമ്മാനം കൊണ്ടുവന്നപ്പോൾ മാർച്ച് 19 ഈ ആളുടെ ഫീസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സഹോദരി കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞത് ഔസേപ്പിതാവാണെന്ന്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഔസേപ്പിതാവിന് ഊട്ടുനേർച്ചയ്ക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണെന്ന സഹോദരി പറഞ്ഞപ്പോൾ ഇവരങ്ങനെ കൊടുത്തു. $100 കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരപ്പോഴൊരു സ്വപ്നവും കണ്ടു. ഔസേപ്പിതാവ് ഒരു അച്ഛനെ പോലെ കുപ്പായമൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു. ചട്ടയും മുണ്ടും എടുത്ത ഒരമ്മ, അയാളുടെ ഭാര്യ, പ്ലേറ്റിനകത്ത് ചോറ് വിളമ്പി കൊടുക്കുന്നു ഈ ഉടുപ്പിട്ട ആൾക്ക്. അപ്പോൾ ഔസേപ്പിതാവ് അതിൽ നിന്നും 1 ടീസ്പൂൺ എടുത്ത് കലത്തിലിട്ടു. എന്നിട്ട് പറഞ്ഞു, അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന്. അങ്ങനെ എല്ലാ വർഷവും $100 കൊടുക്കാറുണ്ടായിരുന്നു ഈ സഹോദരി. ഈ വർഷം വിചാരിച്ചു $100 കൊടുക്കണ്ട, $50 കൊടുത്താൽ മതി എന്ന്. അങ്ങനെ വിചാരിച്ച് വീട്ടിൽ വന്ന് അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നത്തിൽ ഉണ്ടായ ഒരു കാര്യം, ഇവരുടെ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഔസേപ്പിതാവ് വരികയാണ്. ഒരു പാക്കറ്റ് അരി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സഹോദരിയോട് പറയുകയാണ്, ഇത് അരിക്കുള്ള പൈസയേ ഉള്ളൂ, പയറ് വാങ്ങിക്കാൻ പൈസയില്ല എന്ന്. ഉടനടി ഇവർക്ക് മനസ്സിലായി കാര്യം. ഇവർ $50 വേഗം തന്നെ $100 ആക്കി മാറ്റി. പ്രിയ കൂട്ടുകാരെ, ഇതൊരു സ്വപ്നമാണ് കേട്ടോ. ഇതൊരു ദൈവശാസ്ത്രമോ തിയോളജിയോ ഒന്നുമല്ല, ഒരു സഹോദരിക്കുണ്ടായ സ്വപ്നം. ഈ സ്വപ്നങ്ങളിൽ വലിയ യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. കാരണം എൻ്റെ ക്യാൻസർ രോഗം വന്ന് ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ഔസേപ്പിതാവ് എന്നെ സന്ദർശിക്കാൻ വന്നിരുന്നു. വെറുതെ നോക്കി നിന്ന് ഔസേപ്പിതാവ് പെട്ടെന്ന് മാഞ്ഞുപോയി. ഞാനോർത്തു എന്തിനാണാവോ, ക്യാൻസർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ മാതാവും വന്ന് എന്നെ നോക്കുകയുണ്ടായി സ്വപ്നത്തിൽ. ഞാൻ അപ്പോഴും പറഞ്ഞു, അമ്മയും അപ്പനും മാറി മാറി വരുന്നുണ്ടല്ലോ എന്ന്. പ്രിയ കൂട്ടുകാരെ, സ്വർഗം നിനക്കൊരു സഹനം തരുന്നുണ്ട്.
അത് സഹിക്കാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയായിരിക്കും അമ്മയും അപ്പനും ആ ദർശനം തന്നത് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. രോഗം തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കിത് ഓർമ്മ വന്നു. കാരണം വേണ്ടപ്പെട്ടവരൊക്കെ കാണാൻ വന്നു. അതുപോലെ മരിച്ചുപോയ എൻ്റെ പെറ്റമ്മയും എൻ്റെ സ്വന്തം അപ്പനും 30 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അപ്പനും ഇതുപോലെ സ്വപ്നത്തിൽ വരികയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അപ്പനും മരിച്ചുപോയവർ അവരും എന്നെ വന്ന് കാണാനായിട്ട് സ്വപ്നത്തിൽ വരികയാണ്. ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ഞാൻ സ്വപ്നങ്ങൾ മരിച്ചുപോയവരെക്കുറിച്ച് എൻ്റെ ആളുകളെക്കുറിച്ച് കാണാറില്ല. അന്നൊക്കെ ഇവർ വരിവരിയായിട്ട് വന്നപ്പോൾ ഞാനിവിടെ തമാശയ്ക്ക് പറഞ്ഞു, പോകാനുള്ള സമയമായെന്ന് തോന്നുന്നത്, മരിച്ചവരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. പ്രിയ സഹോദരങ്ങളെ, സ്വപ്നങ്ങളുടെ പിന്നിൽ ഇത്ര വലിയ ഒരു അർത്ഥമുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കുകയാണ്, ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വന്നത് എന്നെ ശക്തിപ്പെടുത്താനാണ്. നിനക്ക് ഒരു വലിയ സഹനം വരുന്നുണ്ട് മോളെ, അത് സഹിക്കാനുള്ള ശക്തി ഈ ദർശനത്തിലൂടെ നിനക്ക് ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കൊക്കെ പലപ്പോഴും വലിയ അർത്ഥമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ സഭയിൽ ആചരിക്കുന്ന ഒരു ഭക്താഭ്യാസം തന്നെയാണ് ഊട്ടുനേർച്ചകൾ. അങ്ങനെ നമുക്കറിയാം, മെയ് മാസത്തിൽ മാതാവിൻ്റെ പാച്ചോറ് നേർച്ച, അങ്ങനെ കുറേയധികം നേർച്ചകളുണ്ട്. എല്ലാ നേർച്ചകളുടെ പിന്നിലും ഒരു ചെറിയ കഥയുണ്ടാകും. കെട്ടുകഥയല്ല, സംഭവിച്ച കഥ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാം നമുക്ക് ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ ശമനം തരണമേ എന്ന്. അതല്ലേ കണ്ണമാലിയിൽ ഉണ്ടായ വലിയ അത്ഭുതം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കാരണം നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്, ഒരു വർഷത്തോളം ചോറിൻ്റെ വറ്റുപോലും കഴിക്കാൻ പറ്റാത്ത ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാർച്ച് 19-നാണ് വീട്ടിൽ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ 2 ടീസ്പൂൺ ചോറ് കഴിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്, വലിയ അത്ഭുതം. കാരണം ഇത്രയും ദിവസങ്ങളായി ചോറൊന്നും കഴിക്കാൻ പറ്റാത്ത എനിക്ക് 2 ടീസ്പൂൺ ചോറ് തിന്നുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. ഇത് ഞാൻ പങ്കുവെച്ചപ്പോൾ വേലുപ്പാടം പള്ളിയിൽ പലരുടെയും കണ്ണ് നിറയുന്നത് ഞാൻ കാണുകയുണ്ടായി. കാരണം അവരോർത്തു കാണും, ഒരു പ്ലേറ്റ് നിറച്ച് ചോറുണ്ണുമ്പോൾ ഞങ്ങളിത് ഓർക്കാറില്ലല്ലോ. ഈ സഹോദരിക്ക് 2 ടീസ്പൂൺ ചോറ് കഴിക്കാൻ പറ്റിയതിനാണ് ഈ സാക്ഷ്യം എന്ന് പറഞ്ഞതെന്ന്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞു. അവിടെ ഓരോരുത്തരുടെയും ജീവിത രീതി അനുസരിച്ച് അവിടുത്തെ ആനന്ദത്തിനും വ്യത്യാസം ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്. ഞാനപ്പോൾ ഓർക്കുകയായിരുന്നു, ഓരോരുത്തരുടെയും ശരീരഘടന അനുസരിച്ച് ഭക്ഷണത്തിൻ്റെ അളവിനും ടേസ്റ്റിനുമൊക്കെ മാറ്റങ്ങളുണ്ടാവുമല്ലോ. ഞാൻ അന്ന് എന്നോട് പറഞ്ഞ ഒരു സഹോദരിയോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ച് 2 ടീസ്പൂൺ ചോറുണ്ണുക എന്ന് വെച്ചാൽ ലോക അത്ഭുതങ്ങളിലൊന്നാണ് എന്ന്. ഇന്നും ഞാൻ ആ 2 ടീസ്പൂൺ ചോറ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയമെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ, ആബാ പിതാവ്, സ്വർഗത്തിലെ അപ്പൻ, ഭൂമിയിൽ പിതാവേ എന്ന് വിളിച്ചോളാൻ പറഞ്ഞ് പുത്രനെ ഏൽപ്പിച്ച വളർത്തപ്പനാണ് നമ്മുടെ ഔസേപ്പിതാവ്. തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഉടനടി അത്ഭുതമാണ് സഹോദരങ്ങളെ. പിന്നെ ഭൗതിക കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ തിരികത്തിച്ച് പ്രാർത്ഥിക്കല്ല കേട്ടോ. അന്ത്യകാലമാണ്, യുഗത്തിൻ്റെ അന്ത്യമാണ്. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാപപരിഹാരവും മാനസാന്തരവും പ്രായശ്ചിത്ത മനോഭാവം ഒക്കെയാണ്. പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാനും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഫാത്തിമയിൽ അമ്മ പറഞ്ഞത്. അവിടെ കടന്നു വന്ന ഏക വിശുദ്ധൻ ഈ ഔസേപ്പിതാവാണ് ഫാത്തിമയിൽ. മറ്റൊരു വിശുദ്ധരും അവിടെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് മിഖായേൽ മാലാഖയാണ്. അന്ത്യകാലത്ത് കടന്നു വരുന്ന 2 ആളുകളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും. അവിടെ കടന്നു വരാൻ പോകുന്ന മാലാഖയാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. ഔസേപ്പിതാവ് ഞങ്ങളെയൊക്കെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഊട്ടുതിരുനാളിന് ഞങ്ങൾ ഈ പള്ളിയിൽ ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ ഓർക്കും, ഇത് ഐക്യത്തിൻ്റെ ഒരു
സദ്യയാണിന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടവക പള്ളിയിലുണ്ട് നമുക്കുള്ള അത്ഭുതം. നമ്മുടെ ഇടവക പള്ളിയിലുണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവർ. എവിടെയും ഓടി നടക്കണ്ട. ഓരോ തിരുനാളും അതിൻ്റേതായ ആത്മീയ നിറവിൽ നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉറപ്പാണ് കൂട്ടുകാരെ. അതല്ലാതെ എവിടെ ഓടി നടന്നാലും പദ്ധതിയിലുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നോ? സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു, എന്നിട്ട് ദരിദ്രരുടെ മധ്യസ്ഥനായി മാറി. എന്ത് സംശയം വന്നാലും ദൈവത്തോട് ചോദിക്കും. അങ്ങനെ സ്വപ്നക്കാരനായി മാറി. സ്വപ്നത്തിലെ മാലാഖവരും ഇത് ചെയ്യ് അത് ചെയ്യ് എഴുന്നേറ്റ് ഓടിക്കോ എന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ അതനുസരിക്കും. അതാണ് ഔസേപ്പിതാവിൻ്റെ ഒരു നേച്ചർ. ഞാൻ ഇടവക പള്ളിയുടെ ബോർഡാണ് കേട്ടത്. ദൈവകരുണയുടെ ഈശോയെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈശോയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങളുടെ ഇടവകയെ ഞാനൊക്കെ മനസ്സുകൊണ്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവകയാണ് കേട്ടോ. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ടൗണിൽ നിന്നൊക്കെ മാറി ശാന്തസുന്ദരമായൊരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി. പണ്ടിതൊരു കൊച്ചു പള്ളിയായിരുന്നു. ഇന്നാണ് മനോഹരമായ ഒരു കൊച്ചു പള്ളി തന്നെ. നിങ്ങൾക്കറിയോ എന്നറിയില്ല, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളിക്ക് ആകെ ചെലവ് വന്നിട്ടുള്ളത് 85 ലക്ഷം രൂപയാണ്. ഇന്ന് കോടികളുടെ പള്ളികളൊക്കെ മുടക്കിയിട്ട് ആ പള്ളികളിൽ പോകുന്നതിനേക്കാൾ വലിയൊരു ആത്മീയത എൻ്റെ ഇടവക പള്ളിയിലുണ്ടെന്ന് ഞാൻ കുറച്ച് അഹങ്കാരത്തോടു കൂടെ പറയും എല്ലാവരോടും. വെറുതെ തമാശയ്ക്ക്. കണ്ടോ, ഞാൻ ഇടവക പള്ളിയിൽ കയറുമ്പോൾ ഉള്ളൊരു ശാന്തത കണ്ടോ? പ്രിയ കൂട്ടുകാരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഇടവകയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. കാരണം ഞങ്ങളുടെ ഇടവക ചെറിയ ഇടവകയായതുകൊണ്ട് അതിനെ ഞാൻ ഉയർത്തി കാണിക്കുക എപ്പോഴും. ഞാൻ ഇടവക പള്ളിയിൽ കണ്ടോ എന്ന്. പക്ഷേ എൻ്റെ ഇടവക പള്ളിയിൽ വലിയ ഒരു അത്ഭുതം നടന്നു. ഗ്രോട്ടോയിൽ നടന്ന അത്ഭുതമല്ല ഞാൻ പറയുന്നത്, അത് വലിയ ഇടപെടലാണ്. അതിലും വലിയ അത്ഭുതമാണ് പ്രിയ കൂട്ടുകാരെ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്. ഈ ഇടവകയിലേക്ക് എൻ്റെ ബോഡി കുറേ പേർ ചുമന്നുകൊണ്ട് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലുമുള്ളവർ ദുഃഖത്തോടു കൂടെയാണ് കേട്ടോ. പക്ഷേ ഈ അപ്പനുണ്ടല്ലോ, ഈ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നിൽ അമ്മയുമുണ്ട്. ഈ അപ്പനും അമ്മയും മോനോട് നിരന്തരം നിർബന്ധിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് ജീവനോടെ ഇവിടെ ഇങ്ങനെ പറയാനായിട്ട് ഇരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഇടവക എൻ്റെ സ്വർഗമാണ്. എൻ്റെ ഇടവകയിൽ ഓരോ പ്രഭാതത്തിലും 6 മണി സമയമുണ്ടെങ്കിൽ ഗ്രോട്ടോയിൽ ജപമാല നടക്കുന്നുണ്ടാകും, പള്ളിയിൽ ജപമാല നടക്കുന്നുണ്ടാകും. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ അപ്പനും അമ്മയും ഇരുവശത്തുമുണ്ടാകും. നടുവിൽ മകൻ കുരിശിൽ കിടക്കുന്നുണ്ടാകും. അതാണ് എൻ്റെ സ്വർഗം. എൻ്റെ ഇടവക പള്ളിയിൽ ഒരു ദിവസം വരാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുക. എൻ്റെ ഇടവക പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വരാൻ കഴിയാത്തതായിരുന്നു ഈശോയോട് എനിക്ക് ഏറ്റവും അധികം കംപ്ലൈൻറ്റ് പറയാനുണ്ടായ ഒരു കാര്യം. ഇടവക പള്ളിയിൽ നിന്നും കുറേ അകന്നാണ് ഞാൻ. ഇടവക പള്ളിയുടെ അതിർത്തിയിലാണ് എങ്കിലും ഇടവക പള്ളിയിലേക്ക് വരാൻ എനിക്ക് വലിയ ആവേശമാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഇടവകയിൽ നിന്നാണ് എനിക്ക് അനുഭവങ്ങൾ വന്നിട്ടുള്ളത്. സഹനമായാലും സന്തോഷമായാലും. 25 വർഷങ്ങൾക്ക് മുൻപ് പാഴടഞ്ഞ ഒരു പള്ളി, ഒരു കൊച്ചു പള്ളി. ഈ പള്ളിയിൽ വന്ന് അതിന് ശേഷമാണ് എൻ്റെ ജീവിതം മാറ്റിമറിയപ്പെടുന്നത്. എൻ്റെ അച്ഛൻ മകൻ്റെ ജീവിതവും. സഹനത്തിൻ്റെ ഒരു പരമ്പര തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ മാതാവ് വഴിയായിട്ടാണ്. ഞാൻ ചോദിക്കാതെ, ഞാൻ പറയാതെ ഇവിടെ നിന്ന് ഫാത്തിമ മാതാവ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഓർത്തില്ല അമ്മയും അപ്പനും ഇത്രയധികം സഹനവും കാഴ്ചവെക്കാനാണ് എൻ്റെ കുടുംബത്തിലേക്ക് വന്നതെന്ന്. ഔസേപ്പിതാവിൻ്റെ രൂപമൊന്നും വന്നിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ഔസേപ്പിതാവിൻ്റെ രൂപം മാത്രമാണ് പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുള്ളത്.
അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. ബാക്കിയെല്ലാം കയറി വരുന്ന രൂപങ്ങളാണ്. പല സമർപ്പിതരും പല വഴിക്കും ഇവിടെ വരാൻ സന്ദേശം കിട്ടി വരുന്നവരാണ്. അതിൻ്റെ തുടക്കം എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് തന്ന ഫാത്തിമ മാതാവിൻ്റെ രൂപമാണ്. സഹനവുമായിട്ടാണ് അമ്മ കടന്നു വന്നതെങ്കിൽ അമ്മ കൂട്ടത്തിൽ അപ്പനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധികളിലും വിശുദ്ധ ഔസേപ്പിതാവ് ഇടപെടാറുണ്ട്. പക്ഷേ സഹനത്തിൻ്റെ മൂർധന്യത്തിലാണ് എന്ന് മാത്രം. എങ്കിലും ഈ കൊടിമരത്തിൽ കയറി കിടക്കുന്ന ഔസേപ്പിതാവാണ് സഹിക്കാനുള്ള ശക്തി എനിക്ക് നേടിത്തന്നിട്ടുള്ളത്. ഔസേപ്പിതാവിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുമാത്രം സഹനമാണ് ഔസേപ്പിതാവ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മനസ്സുകൊണ്ടുള്ള സഹനം. അതുപോലെ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് പാപ്പരായിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരന്മാരുടെ കയ്യിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും തരം താഴ്ത്തലുകളും ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് അവരോടൊക്കെ ക്ഷമിച്ച് അവരോടൊക്കെ സംസാരിക്കുന്നത് കണ്ടാൽ ഇതാണ് ക്ഷമ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്, ഇതാണ് നീതി എന്ന് നമ്മെ പഠിപ്പിക്കുകയാണെന്ന് നമുക്ക് തോന്നും. നീതിമാനായ ഔസേപ്പിതാവിൻ്റെ പരിശുദ്ധയായ ഭാര്യ, ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹീതമാക്കുന്ന ഞങ്ങളുടെ അമ്മ. അപ്പൻ്റെ കൂട്ടിത്തിരുന്നാൽ അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മയുടെ വണക്കമാസം അപ്പന് അതിലേറെ സന്തോഷമാണ്. ഈ അപ്പനും അമ്മയും മോനെ ഇതൊന്ന് ചെയ്തു കൊടുത്തേൻ എന്ന് പറഞ്ഞാൽ ചെയ്തു തരും. മോനെ ഇത് ചെയ്യണ്ട കേട്ടോ എന്ന് ഔസേപ്പിതാവ് പറഞ്ഞാൽ പിന്നെ ഈശോ അനങ്ങില്ല. അത്രയ്ക്കും പവറുള്ളതാണ് ഔസേപ്പിതാവിന്. കാരണം അപ്പം പറഞ്ഞാൽ അനുസരിക്കാതെ പറ്റില്ലല്ലോ. സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസിൻ്റെ കയ്യിലൊന്നുമല്ല, ഔസേപ്പിതാവിൻ്റെ കയ്യിലാണ്. താക്കോലും വെച്ച് പത്രോസ് ഇരിക്കുമ്പോൾ ഔസേപ്പിതാവ് ഭാര്യേനും കുട്ടീനെയും വിളിച്ചിറങ്ങിപ്പോയാൽ സ്വർഗം പിന്നെ എവിടെയാണ്? പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇടവക പള്ളിയിലെ ഊട്ടുതിരുനാളിന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇടവക പള്ളിയിൽ ഏത് വിശുദ്ധൻ്റെ തിരുനാളാണോ കൊടി കയറി ആഘോഷിക്കുക, ആ വിശുദ്ധൻ്റെ പ്രത്യേക സംരക്ഷണം ആ 9 ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്നോർക്കുക. ആത്മീയമായി ഒരുങ്ങി ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ചൊല്ലി പള്ളിയിൽ നടക്കുന്ന പരിപാടികൾ പങ്കെടുത്താലുണ്ടല്ലോ അനുഗ്രഹം ഉറപ്പാണ്. ഞങ്ങൾക്ക് ഇവിടെ ഔസേപ്പിതാവിൻ്റെയാണ് തിരുനാളെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സെബസ്ത്യാനോസ് പുണ്യാളുടെ ആയിരിക്കാം, അൽഫോൻസമ്മ ആയിരിക്കാം. ഏത് വിശുദ്ധൻ്റെയാണ് കൊടികയറിയ തിരുനാൾ ആഘോഷിക്കുക, 9 ദിനങ്ങളിൽ നിങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചോളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ഇടവകപ്പള്ളിയിലുണ്ട്. വേറെ എവിടെയും ഓടി നടക്കണ്ട. ഈ ഇടവകപ്പള്ളിയുടെ അൾത്താരയിലാണ് സ്വർഗം ഓരോ ദിവസവും ഇറങ്ങി വരുന്നത്. ലോകത്തിൻ്റെയും നമ്മുടെയും പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തി തിരുശരീരവും തിരുരക്തവും പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗബലി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇടവകപ്പള്ളി. അതാണ് നമ്മുടെ സ്വർഗം. അതായിരിക്കണം നമ്മുടെ സ്വർഗം. പ്രിയ കൂട്ടുകാരെ, ഔസേപ്പിതാവിനെ നമുക്ക് ഓർക്കാം, പരിശുദ്ധ അമ്മയെയും ഓർക്കാം. ഔസേപ്പിതാവിൻ്റെ വലിയ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തിരികൾ കത്തിച്ച് ഔസേപ്പിതാവിൻ്റെ മുമ്പിലും പരിശുദ്ധ അമ്മയുടെ മുമ്പിലും നിങ്ങളുടെ ഇടവകയിൽ ഏത് വിശുദ്ധനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ മുമ്പിലും പ്രാർത്ഥിക്കാം. നമുക്ക് അവർ നമ്മളെ നയിക്കുക വേറെ എവിടേക്കുമല്ല, യേശുവിലേക്കാണ്, പിതാവിലേക്കാണ്, സ്വർഗപിതാവിലേക്ക്, സൃഷ്ടാവായ ദൈവത്തിലേക്ക്. അവിടേക്ക് മാത്രമാണ് ഇവരൊക്കെ നമ്മെ നയിക്കുക. നമ്മെ പിതാവിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന യേശു പരിശുദ്ധ കുർബാനയിലൂടെയാണ് പിതാവും നമ്മളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അടച്ചുവെച്ച പറുദീസ തുറന്നു കിട്ടുന്നത് യേശുവിലൂടെയാണ്. എന്നാൽ യേശുവിലേക്ക് നമ്മെ എത്തിക്കുവാൻ കൈപിടിച്ച് നടത്തുന്നവരാണ് വിശുദ്ധരും പരിശുദ്ധ അമ്മയും പരിശുദ്ധ ഔസേപ്പിതാവും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെയും തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്.
നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതോർക്കണേ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധരിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഔസേപ്പിതാവിൻ്റെ വണക്കമാസത്തിൻ്റെ ദിവസങ്ങളിൽ ഔസേപ്പിതാവിനെ കുറിച്ച് ഒരു പാട്ട് എനിക്ക് ലഭിച്ചിരുന്നു. ഞാൻ ആ പാട്ട് യൂട്യൂബിലിട്ടപ്പോൾ ഒരു മകൻ അതിന് ബാക്ക്ഗ്രൗണ്ട് ട്യൂണൊക്കെ ഇട്ട് എനിക്ക് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളിൻ്റെ അന്ന് ഞാൻ ആ പാട്ട് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ട്യൂണടക്കം കേൾപ്പിക്കാൻ കേട്ടോ. ഔസേപ്പിതാവേ, നീ എൻ സ്വർഗീയ മധ്യസ്ഥൻ. ഔസേപ്പിതാവേ, നീ എൻ സ്വർഗീയ മധ്യസ്ഥൻ. മിണ്ടാതിരുന്ന് സ്വർഗം സ്വന്തമാക്കി നീ, മിണ്ടാതിരുന്ന് സ്വർഗം സ്വന്തമാക്കി നീ. താക്കോൽ കരുതിയ പത്രോസും സ്വർഗത്തിനുടമയം ഈശോയും സ്വർഗീയ രാജ്ഞിയം മാറിയവും നിന്റേതല്ലോ, നിൻ സ്വന്തമല്ലോ. ഔസേപ്പേ, ഔസേപ്പിതാവേ, നീ എൻ സ്വർഗീയ മധ്യസ്ഥൻ. താക്കോലില്ലാതെ സ്വർഗത്തിൽ കയറാം ചെയ്യേണ്ട എന്നു പറഞ്ഞാലോ, ഈശോയും മറിയവും ഒന്നുമേ ചെയ്യുകയില്ല. ഈശോതൻ അപ്പനല്ലേ, മറിയത്തിൻ ഭർത്താവല്ലേ. നന്മ നിറഞ്ഞവനല്ലേ, നന്മ നിറഞ്ഞവനല്ലേ. ഔസേപ്പേ, ഔസേപ്പിതാവേ, ഔസേപ്പേ, ഔസേപ്പിതാവേ, നീ എൻ സ്വർഗീയ മധ്യസ്ഥൻ. നീ എൻ സ്വർഗീയ മധ്യസ്ഥൻ. ഈ പാട്ട് ഇതുപോലെയാക്കി തന്ന ആ മകനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷവുമുണ്ട് ഇത് കേട്ടപ്പോൾ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് എത്ര പുകഴ്ത്തിയാലും മതിവരാത്ത ഒരു ജീവിതമാണ് എൻ്റേത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് ഔസേപ്പിതാവിനെ ബഹുമാനിക്കാം, വണങ്ങാം. പുത്രൻ്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ കൈ ബലമായി പിടിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് ഔസേപ്പിതാവിൻ്റെ അടുത്തേക്ക് നമ്മുടെ കൈകൾ നീട്ടിക്കൊടുക്കാം. ഔസേപ്പിതാവ് കയ്യിൽ പിടിച്ചാലുണ്ടല്ലോ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും വേഗം നമ്മൾ എത്തിച്ചേരും. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ആമേൻ.